എന്നെ വോയിസ് റെക്കോർഡ് കേൾക്കണ അല്ലെന്ന് നടക്കില്ല എന്ന് പറഞ്ഞപ്പോ അതായത് മക്കിട്ട് ഫില്ല് ചെയ്യാനുള്ള ബഡ്ജറ്റ് നിങ്ങടത്തില്ല. അതല്ല ഇന്ന് തന്നെ നടക്കില്ല എന്ന് നടക്കും. കാരണം ഈ ചെളിയിൽ കൊണ്ടിട്ട് കാര്യമില്ല. എന്ന് നടക്കും ഇത് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു 2 മാസം കഴിഞ്ഞിട്ട് ചെയ്യാം. 2 മാസം കഴിഞ്ഞിട്ട് പണിയാം. 2 മാസം 2 ദിവസം കൊണ്ട് സമ്മതിക്കില്ല. ഞാൻ പറഞ്ഞത് ഇപ്പൊ നമ്മള് താമസിക്കാനായില്ല, നിങ്ങളെ ഏൽപ്പിച്ച ആളോട് പറഞ്ഞു. അല്ല നമുക്ക് ഗ്രൂപ്പിലിട്ടാ നമ്മുടെ കാര്യം രക്ഷപ്പെട്ടു, അല്ലാതെ നമ്മള് വിഷയം നാട്ടുകാർ തടസ്സമാണ്, ഈ സാധനം ചെയ്യാൻ പറ്റൂല. വേറെ ഒന്നുമല്ല, എനിക്ക് വേറെ സ്ഥലത്ത് പോകാലോ, തടയാ എനിക്ക് വേറെ സ്ഥലത്ത് പണി. ഇവിടെ ആകെ ഇതായിട്ട് ഇവിടുന്ന് JCB പൈസ കൊടുത്ത് നാട്ടുകാർ പൈസ കൊടുത്ത് JCB വണ്ടി ഓടിച്ചത് അറിയോ? അത് മെമ്പർക്കും അറിയാം, ഈ നാട്ടുകാർക്കും അറിയാം. അത് വീഡിയോ എടുത്ത് ഈ മെമ്പർ അടക്കമുള്ള ഗ്രൂപ്പുകളിൽ കൂടെ നമ്മൾ ഇട്ടതാണ്, അവർക്കൊക്കെ അറിയാം. ഇന്ന് ചെയ്യേണ്ട ചേട്ടൻ ഇപ്പൊ 2 മാസം എന്ന് പറഞ്ഞില്ലേ, ഈ തൊട്ടടുത്ത അശ്വമന പഞ്ചായത്ത് 8ാം വാർഡില് ഒരാഴ്ച കൊണ്ട് മണ്ണിട്ട് മൂടി, പിറ്റത്തെ ആഴ്ച അപ്പൊ മഴയില്ലാത്തപ്പോ ചെയ്തോ? നിങ്ങളപ്പോ ഈ വർഷക്കാലത്ത് ഇത്രയും നാളായിട്ട് വർഷക്കാലത്തിനൊന്നും ചെയ്യേണ്ട കാര്യമില്ല. മഴയില്ലാത്ത സമയത്ത് ഞങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ പദ്ധതി കേട്ടാ, നിങ്ങളുടെ പഞ്ചായത്തിൽ നിന്ന് അനുമതി തരാൻ ഞങ്ങളും ചെയ്യാൻ പറ്റും. നിങ്ങൾ കോൺട്രാക്ടർമാരും അല്ലെങ്കിൽ പഞ്ചായത്തും ഇവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറണേ നാട്ടുകാർ എന്ത് വഴിയായി? അല്ല അതല്ല പറഞ്ഞ ഇത് നിങ്ങൾ ഇങ്ങനെ വെട്ടാൻ സമ്മതിക്കാൻ നമ്മൾ വെട്ടാം. അപ്പൊ ക്ലോസ് ചെയ്തോ, ഇത് കഴിഞ്ഞിട്ട് മഴക്കാലം കഴിഞ്ഞിട്ട് ചെയ്തോ. അതിപ്പോ ഞങ്ങൾ പറഞ്ഞ ഇപ്പൊ ഞങ്ങൾ കുറച്ച് പേരോട് കൂടിയെങ്കിലും ഞങ്ങൾ ഈ നാട്ടുകാർ മൊത്തത്തിൽ ആ സാധനത്തിനോട് എതിർപ്പാണ്. പരിപാടി നിർത്തിപ്പോളൂ. ഇവിടെ എന്ത് വന്നാലും ഞങ്ങൾക്ക് തടസ്സമുള്ള കേസല്ല. ഞാൻ പറഞ്ഞ കേൾക്കണ്ട, ഇത് അടുത്ത കൊല്ലം ഇത് കേരള ഗവൺമെന്റിന്റെയും കേന്ദ്ര ഗവൺമെന്റിനും സംയുക്തമായിട്ടുള്ള പദ്ധതിയാണ്. ഈ ഓരോ പഞ്ചായത്തിലും പൈപ്പുകൾ വലുതാക്കാനുള്ള പദ്ധതി ഞങ്ങൾക്ക് വേണ്ടിയിട്ടില്ല, നിങ്ങളുടെ വാർഡിന്റെ പ്രയോജനം കിട്ടും. അല്ല അതെ, ഞങ്ങൾ കിട്ടില്ല ഇത് ഞങ്ങൾക്ക് കിട്ടില്ല ഞങ്ങൾക്ക് കുഴപ്പമില്ല. കാരണം ഞങ്ങൾ കഴിഞ്ഞ ദിവസം ആ പള്ളിയുടെ പുറകുവശത്തെ കനാൽ കൊണ്ട് ചെയ്യാൻ വന്നു. അത് അന്ന് നിങ്ങൾ താത്തി പോയിരുന്നെങ്കിൽ ആ വീട്ടിലേക്ക് ഒരൊറ്റ വീട്ടിലേക്ക് ഒരു ആക്കുവരം കയറാൻ പറ്റൂലായിരുന്നോ? നാട്ടുകാർ സഹകരിച്ചാൽ നമ്മൾ ഇതിനകത്ത് ഈ വക സഹകരണം ഒന്നും വേണ്ട, അല്ലാതെ വന്നേനോട് എതിർപ്പാന്നല്ല. മഴക്കാലത്ത് ഇടപാട് ചെയ്യണം, നമുക്ക് കുഴപ്പമില്ല. നിങ്ങൾ പോയിട്ട് മഴക്കാർ വച്ചേക്കനെ കണ്ടപ്പോ മഴ പെയ്യും, ഈ കയറ്റം കയറിയ താത്തനം മണ്ണ് മൊത്തം ഇവിടെ വരും. ആൾക്കാർ എന്ത് ചെയ്യും? 3 പിള്ളേരോട് പറഞ്ഞാൽ ഒരു വണ്ടി താന്നോളാം, ചേട്ടൻ നോക്കിയറിയാം. 25 സ്കൂൾ വണ്ടിയല്ലേ ഇതിലെ പോകുന്നുള്ളൂ. ഇതൊക്കെയാണ് ഇതിലെ പ്രശ്നം. നിലവിൽ ഇത്ര ഉള്ളൂ. അതിനകത്ത് ചുരുക്കമാണ് മഴക്കാലത്ത് താത്തം പകരം മണ്ണിന് പകരം ചേച്ചിടാം. അതിന് പറ്റില്ല, നടക്കില്ലെങ്കിൽ മഴക്കാലം കഴിഞ്ഞിട്ട് ചെയ്യാം. നിങ്ങൾ വരുമല്ലോ തന്നെ കണ്ടറിയാം. സ്കൂൾ ബസ്സുകൾ 2 മാസത്തിൽ നിർത്തുവാണെങ്കിൽ അങ്ങനെ വെള്ളത്തിന് വലിയ ക്ഷാമമുള്ള ഏരിയ അല്ലാന്നേ. വലിയ വേനൽക്കാലത്ത് പെരിയാർവാളിന്റെ ലിഫ്റ്റ് സംഭവം ശരിയാണ്. ഈ പൊക്കത്തിന് വെള്ളം കിടക്കുക കനാലിന്റെ ഭാഗത്ത് 2 പോക്കറ്റ് റോഡുകൾ ചെയ്തില്ലേ? അതിന്റെ മെയിൻ റോഡില്ല. മെയിൻ റോഡ് വലിയ പൈപ്പ് കിടക്കണം. ആ പൈപ്പ് മാറുന്നുണ്ട്. ഇതിനൊക്കെ മെയിൻ റോഡ് കിടക്കുന്നത് വലിയ പൈപ്പാണ്. അതായത് ഈ മരത്തിന്റെ അവിടെ നിന്ന് അങ്ങോട്ട് പോലെ വലിയ പൈപ്പ് കിടക്കണം. അവിടെ മാറ്റണ്ട, ചെറിയ പൈപ്പുകളാണ് നമ്മൾ മാറ്റുന്നത്. ഇവിടുന്ന് ഇങ്ങോട്ട് ചെറിയ പൈപ്പ് കിടക്കണം. 1.5 ഇഞ്ചിന്റെ പൈപ്പാണ്. അത് 3 ഇഞ്ച് ആക്കുവാണ്. അതിന് 3 ഇഞ്ച് പ്രയോജനം നിങ്ങൾക്ക് തന്നെയാണ്. സംഭവം ശരിയാണ്. വെള്ളം 3 ഇഞ്ച് കൂടെ നിങ്ങൾക്ക് അറിയാം. സംഭവം ഇതാണ് പ്രശ്നം. അതിന്റെ ഉപകാരം ഇത് നമുക്ക് അറിയാത്ത മറ്റേ ഒരു 2 മാസം മുമ്പായിട്ട് എല്ലാവർക്കും ഫ്രീ വെള്ളം എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടെ അത് കഴിഞ്ഞ് കുറേ ആൾക്കാർ പൂട്ടിച്ച് പൈസ എന്ന് പറഞ്ഞപ്പോൾ എന്നാലും ഈ സാധനം പദ്ധതി വന്നതിനോടൊന്നും കൂടെ ആൾക്കാർക്ക് എതിർപ്പില്ല. എന്ത് വന്നാലും നന്നാക്കാത്ത തന്നെയാണ് ആൾക്കാർ ചോദിക്കാറുള്ളൂ. നിങ്ങൾ സഹകരിക്കുകയാണെങ്കിൽ കഴിഞ്ഞ കൊല്ലം കണ്ട് പൈപ്പ് ഇറക്കിട്ടേ അവിടെ ഒരു മാസം ഒരു സൈഡ് കൊടുക്കുമ്പോൾ പറഞ്ഞ അവിടെ തന്നു. പിന്നെ ഞങ്ങൾ തന്നെ വന്നാൽ ഈ വണ്ടി കയറ്റിവിടെ വേറെ ആരും വരാനില്ല അവിടെ. ഹലോ, സ്കൂൾ ബസ് എന്തെങ്കിലും താന്നു കഴിഞ്ഞാൽ ഞങ്ങൾ തന്നെ വന്ന് പിന്നെ തള്ളന്ന് ഞങ്ങൾ തന്നെ പിള്ളേരെ തന്നെ വിളിക്കാൻ വരാനുള്ള കാരണം വ്യക്തമായിട്ട് വെട്ടിക്കഴിഞ്ഞ് കാര്യമൊക്കെ ഉണ്ട്. GSP ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ GSP ഇട്ട് കഴിഞ്ഞാൽ GSP പോകില്ല. പറഞ്ഞാൽ
ഞാൻ ഇവരുടെ കൊടുക്കുന്നു ചെറിയ ഹലോ ഈ സാധനം ഇന്ന് ഇവർ ചെയ്യണ്ടെങ്കിൽ ഇന്നോ അല്ലെങ്കിൽ നാളെ GSP ഇട്ട് ഫില്ല് ചെയ്യണം. അതല്ലെങ്കിൽ മഴക്കാലം കഴിഞ്ഞിട്ട് ചെയ്താൽ മതി. ഇത് രണ്ടും പറ്റില്ലെങ്കിൽ ഈ സാധനം ഇവിടെ വേണ്ട. 2 മാസം 2 മാസം കഴിഞ്ഞിട്ട് GSP ഇടുള്ളൂ അല്ലെങ്കിൽ ഫില്ല് ചെയ്യുള്ളൂ എന്നൊക്കെ പറയാം. അപ്പോൾ അത് നടപടിയുള്ള കാര്യമില്ല. 45 ദിവസം കഴിയുമ്പോൾ ഇട്ടേക്കണ പൈപ്പ് കൂടെ ഉണ്ടോ എന്ന് കണ്ടറിയേണ്ടി വരും. കാരണം മണ്ണപ്പടി ഒലിച്ച് പൈപ്പ് ഉൾപ്പെടെ ചെയ്ത് നോക്കിയറിയാം നിങ്ങളാ. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ മെമ്പർ പറഞ്ഞുതരാം. ഇപ്പോൾ നാട്ടുകാർ മൊത്തം ഉണ്ട്, ഇവിടെ ആൾക്കാർ മൊത്തം ഉണ്ട്. ആയിക്കോട്ടെ, എന്നാൽ അവരോട് അങ്ങനെ പറഞ്ഞു. നിർബന്ധമുള്ള കാര്യം